പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ രാജ്യത്വം എന്താണ്, അല്ലെങ്കിൽ രാജാവ് എന്ന നിലയിൽ കാണപ്പെടുന്ന ചില വേദവാക്യങ്ങൾ നമുക്ക് നോക്കാം. ക്രിസ്തു രാജാവെന്ന നിലയിൽ തെളിയിക്കപ്പെട്ട ചില തത്വങ്ങൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ രാജ്യത്വത്തെപ്പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല പ്രാവശ്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭരണാധികാരിയായ അദ്ദേഹത്തെ യെശയ്യാവ് ചിത്രീകരിച്ചിരിക്കുമ്പോൾ 9:7 ഭരണാധികാരിയായ ദൈവപുത്രനെ സങ്കീർത്തനക്കാരൻ ദർശിക്കുന്നു. 45:6-7 എബ്രായർ 1:18. കൂടാതെ പുതിയ നിയമ ആരംഭം തന്നെ ഈ യാഥാർത്ഥ്യം ഉറക്ക ചോദിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? മത്തായി 2:2. അങ്ങനെ യേശു പിറന്നത് രാജകീയ ഗോത്രമായിരിക്കുന്ന യഹൂദ ഗോത്രത്തിലും രാജകീയ കുടുംബമായിരിക്കുന്ന ദാവീദിൻ്റെ വംശാവലിയിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്ന് ഇസ്രയേലിയരും അന്നത്തെ ലോക ജനതയും ക്രിസ്തുവിനെ രാജാവായി ഇപ്പോൾ തന്നെ അംഗീകരിച്ചവരാണ്. ദൈവമക്കൾ ക്രിസ്തു എന്ന രാജാവിന് പ്രധാനമായും 2 ഉത്തരവാദിത്വങ്ങളുണ്ട്. രാജ്യം ഭരിക്കുക എന്നതാണ് രാജാവിൻ്റേതായ ഉത്തരവാദിത്വം. ഈ യുഗത്തിൽ ക്രിസ്തു തൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിച്ച രാജാവായി ഭരിക്കും. വെളിപ്പാട് 19:6. അത് പുതുയുഗമാണ്, ദൈവരാജ്യമാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ യേശുവും സഭയും ചേർന്ന് ഭൂമിയിലെ ജനതകളെ ഭരിക്കും. വെളിപ്പാട് പുസ്തകം 20:1-6 വരെ. മാത്രമല്ല, ഞാൻ രാജാവ് തന്നെ എന്ന് യേശു വ്യക്തമാക്കി. യോഹന്നാൻ 19:19 അവിടുന്ന് സർവ്വഭൂമിക്കും രാജാവാകുമെന്ന പ്രവചനം സെക്കരിയാവിൽ കാണാം. സെക്കരിയാവ് 14:8 യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യം ഭാവിയിൽ ഭൂമിയിൽ ഉണ്ടാകും. നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയുടെ സമ്പൂർണ്ണ മറുപടി അന്ന് ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയും, വെളിപ്പെടും. ക്രിസ്തു രാജാവാണെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. യേശു യഹൂദന്മാരുടെ രാജാവ്, യേശു നീതിയുടെ രാജാവ്, യേശു സമാധാനത്തിൻ്റെ രാജാവ്, യേശു സൗമ്യതയുടെ രാജാവ്, യേശു മഹത്വത്തിൻ്റെ രാജാവ്, യേശു രാജാതി രാജാവ്. വെളിപ്പാട് 17:4, 19:16 ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ സിംഹാസനമെന്നും എന്നേക്കുമുള്ളതാണ്. കർത്താവിനാണ് സിംഹാസനം കൊടുത്തിരിക്കുന്നത്. ലോക സാമ്രാജ്യങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്, ഇപ്പോൾ നിലനിൽക്കുന്നവയും ഭാവിയിൽ തകരും. എന്നാൽ യേശുവിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. അങ്ങനെ സ്വർഗസ്ഥനായ കർത്താവ് ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അത് രാജ്യ മതങ്ങളെ ഒക്കെയും